ബിജെപിയുടെ RSSന്റെയും രാഷ്ട്രീയം എന്താ? ഇവര് മുമ്പോട്ട് വയ്ക്കുന്ന പ്രത്യയ ശാസ്ത്രം എന്താ? ഇവര് നാഥുറാം വിനായക് ഗോഡ്സെയെ പോലെ ഇവർ പറയും നാഥുറാം വിനായക് ഗോഡ്സെ RSS അല്ലെന്നാ. അതങ്ങ് വേറെ നാഗ്പൂരിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മാനാജി ഭവനിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടുത്തെ ഇന്ത്യക്കാരോട് ഈ മാതിരി ഉമ്മാക്കിയൊന്നും ഇറക്കണ്ട. ഇവർക്കിത് പറയാൻ പറ്റും. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എങ്ങും അംഗത്വമില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അംഗത്വം കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ആരും അവരുടെ അംഗമാണ്, അംഗമല്ലാതിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷനായ മോഹൻ ഭഗത് പോലും അംഗമല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് RSS. അതുകൊണ്ട് ആരെന്ത് കുഴപ്പം ചെയ്താലും അവർക്ക് തള്ളി പറയാം. മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ അയാളുടെ അന്ത്യാഭിലാഷമായി പറഞ്ഞത് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പോലും അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അയാൾ ഗാന്ധിയെ കൊന്ന് ന്യായീകരിച്ച് അവസാനം എത്തിച്ചേർന്ന പോയിന്റ് ഇങ്ങനെയാണ്: ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഗാന്ധിയുടെ ആശയങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് നെഹ്റുവിൽ കൂടി, അംബേദ്കറിൽ കൂടി, രാജേന്ദ്ര പ്രസാദിൽ കൂടി ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമായിട്ട് മാറും. എനിക്ക് മതേതരത്വ ഇന്ത്യയിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ എന്റെ ദഹനത്തിന് ശേഷം എന്റെ ചിതാഭസ്മം മതേതരത്വ ഇന്ത്യയിൽ നിമജ്ജനം ചെയ്യരുത്. മറിച്ച് അത് എന്ന് ഇന്ത്യ രാജ്യം ഹിന്ദുത്വ രാജ്യമാകുന്നു അന്ന് മാത്രമേ എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാവൂ എന്നാണ് ഗോഡ്സെ പറഞ്ഞത്. ഇന്നും അയാളുടെ ചിതാഭസ്മം പൂനെയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നെങ്കിലും ഇന്ത്യ രാജ്യം മതേതരത്വം വെടിഞ്ഞുകൊണ്ട് ഹിന്ദുത്വ രാജ്യമാവുമ്പോ ഹിന്ദു രാജ്യമല്ല എന്നുകൂടി തിരിച്ചറിയണം. ഹിന്ദുത്വ രാജ്യമെന്ന അതിതീവ്ര അജണ്ടയിലേക്ക് വരുമ്പോൾ ആ ചിതാഭസ്മത്തിന് നിമജ്ജനം ചെയ്തുകൊണ്ട് മോക്ഷം കിട്ടുവാൻ വേണ്ടി ഗോഡ്സെ എന്ന് പറയുന്ന അയാൾക്ക് ഹിന്ദുത്വ തീവ്രവാദിയുടെ ആത്മാവിന്റെ മോക്ഷവും കാത്തും അത് പൂനെയിൽ ഇരിക്കുമ്പോൾ അതിന്റെ മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഗോഡ്സെയുടെ പിന്തലമുറക്കാർ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. 2, ഇവരുടെ ഗോൾവർക്കർ. ഇവർ വിളിക്കുന്നത് ഗുരുജി എന്ന മാധവ് സദാശിവ ഗോൾവർക്കർ എന്ന് പറയുന്ന ബിജെപിയുടെ ആത്മീയാചാര്യൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വിചാരധാരയും, 2 വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻസ്. ഇദ്ദേഹം എങ്ങനെയാണ് നമ്മളുടെ ദേശീയത നിർവചിക്കണം, അതിന് വളരെ സുവ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ജൂതന്മാരെ നിഷ്കാസനം ചെയ്ത ഹിറ്റ്ലർ വരേണ്യതയുടെ ആര്യവൽക്കരണത്തിന്റെ, നാസിവൽക്കരണത്തിന്റെ രാഷ്ട്രീയം ജർമ്മനിയിൽ നടപ്പിലാക്കിയത്, സമാനമായിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കണമെന്ന. വേറെ മതത്തിലുള്ളവരെ വിവാഹം കഴിക്കരുത്, മറ്റുള്ളവരുടെ രക്തവുമായിട്ട് ഇടകലരരുത്, മറ്റുള്ള മതത്തിലുള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകരുത്, സൈനികപരമായിട്ടും ആതുര സേവനപരത്വം പരമായിട്ടും ഭരണപരമായിട്ടും അവരെ ഉന്നതിയിലേക്ക് കടത്തിക്കൊണ്ടുവരരുത്, അവരുടെ കുടുംബങ്ങളിലുള്ളവരുമായി ബന്ധം പാടില്ല, അവർക്ക് മറ്റൊരു പൗരത്വവും അരണ്യരായിട്ടുള്ള ആര്യന്മാർക്ക് മറ്റൊരു പൗരത്വവും നൽകണം. 2ാം പൗരത്വമുള്ളവരെ ഈ രാജ്യത്തിലെ വോട്ടവകാശത്തിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. അവർക്ക് വേണ്ടിയിട്ട് തടങ്കൽ പാളയങ്ങൾ പണിയണം. അവരെ ഈ രാജ്യത്ത് നിന്നും പിന്നീട് നിഷ്കാസനം ചെയ്യണം എന്ന് പറയുന്ന തത്വശാസ്ത്രമാണ് ഇവർ പിന്തുടരുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇത് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നിസ്സാരമായിട്ട് കാണേണ്ടത് അല്ല. ഇവിടെ കുറെ യുക്തിവാദികളുണ്ട്, സി രവീന്ദ്രനെ പോലെയുള്ളത്. കഴിഞ്ഞ ദിവസം രവീന്ദ്രനൊക്കെ പറയുന്നത് തടങ്കൽ പാളയം എന്ന് വെച്ചാല് ഏതാണ്ട് 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായ ഫെസിലിറ്റി എന്നാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഊളത്തരം പറയുന്നതിന് ഒരു മര്യാദയൊക്കെ വേണം. ഇവര് തടങ്കൽ പാളയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ അറിയേണ്ടത്, കിരൺ റിജിജു എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് മാത്രം തടങ്കൽ പാളയത്തിൽ 29 മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ തടങ്കൽ പാളയം? ഇവിടെ ഒരു വിവാഹിതനായിട്ടുള്ള ഒരാള്, ഒരു കുടുംബം നമ്മൾ എടുക്കുക, ഒരു അച്ഛൻ, ഒരു അമ്മ, അയാൾക്ക് 2 മക്കള്. ഇവർക്ക് ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് അവർ പുറത്തു പോകുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിൽ വന്നിരിക്കുന്ന ആ ഭേദഗതികൾ പ്രകാരവും അയാൾക്ക് പൗരത്വം കിട്ടാത്ത സാഹചര്യം വന്നാൽ അയാളെ, ആ പുരുഷന്മാർക്കുള്ള തടങ്കൽ പാളയത്തിലേക്ക് വിടും, സ്ത്രീകളെ സ്ത്രീകൾക്കുള്ള തടങ്കൽ പാളയത്തിലേക്ക് വിടും, അയാളുടെ മക്കളെ ജുവനൈൽ ഹോം, സ്പെഷ്യൽ ഹോമിലേക്ക് വിടും. ഒരു കുടുംബമാണ് വളരെ കൃത്യമായി ശിഥിലീകരിക്കപ്പെട്ടു പോകുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കാൻ ഇവിടുത്തെ സംഘപരിവാർ ബിജെപി സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വസുദൈവ കുടുംബകം എന്ന ആശയമാണ് ഹിന്ദു സമൂഹം മുന്നോട്ട് വെക്കുന്നതെന്ന്.
ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള മുഴുവനും സുഖമുണ്ടാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്കും ജീവിച്ചിരിക്കാത്തതിനും ചരങ്ങൾക്കും അചരങ്ങൾക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പറയുന്ന തത്വസംഹിതയിലാണ് RSSും BJPയും വിശ്വസിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. നരേന്ദ്രമോദിക്ക് കുടുംബത്തിന്റെ വില അറിയില്ല. കാരണം സ്വന്തം ഭാര്യയെ എവിടെയോ ഉപേക്ഷിച്ചിരിക്കുന്നു. അമ്മയെ കാണാൻ പോയാൽ വാർത്തയാക്കുക, അത് ഫോട്ടോ എടുത്ത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇട്ട് വാർത്തയാക്കുന്ന അത്രയും മ്ലേച്ഛമായ ബോധമുള്ള ഇയാൾക്കൊന്നും കുടുംബം തകർന്നു പോകുന്നതിന്റെ വേദന തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അതാണ്. നമ്മൾ തമാശയ്ക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രോളുകളും തമാശകളും അല്ല RSSന്റെയും സംഘപരിവാറിന്റെയും ബുദ്ധി. നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന RSSകാരല്ല നമ്മൾ തിരിച്ചറിയണം. അബ്ദുള്ള കുട്ടിയെ പോലെ TP സെൻകുമാറിനെ പോലെ നാക്കെടുത്ത് വളച്ചാൽ വിവരക്കേട് പറയുന്ന RSS സംഘപരിവാറുകാരെ കണ്ടുകൊണ്ട് നിങ്ങൾ വിലയിരുത്താൻ നിന്നാൽ പണി പാളുക തന്നെ ചെയ്യും. കാരണം നാഗ്പൂരിലെ അല്ലെങ്കിൽ ഈ RSSന്റെ ആസ്ഥാനങ്ങളിലെ വളരെ കൃത്യമായി രാജ്യത്ത് ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി നിരന്തരമായ ജാഗ്രതയോടുകൂടി അവിടെ ഇരിക്കുന്ന RSSന്റെ രാഷ്ട്രീയം വേറേതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന നമ്മളുടെ കൂടെ ഒരു കാലഘട്ടത്തിൽ അമ്പലത്തിൽ വന്ന, പള്ളിയിൽ വന്ന, നമ്മുടെ ചോറ്റുപാത്രത്തിൽ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് പങ്കിട്ട് കഴിച്ച, നമ്മൾ സഹോദരന്മാരായി കണ്ട, നമ്മളുടെ ഇന്നലകളിൽ നമുക്കൊപ്പം നിന്നവർ, ക്രിക്കറ്റ് കളിച്ചവർ, ഫുട്ബോൾ കളിച്ചവർ, ലൈബ്രറിയിൽ സാംസ്കാരിക സംഘടനയിൽ പ്രവർത്തനം നടത്തിയവർ ഇന്നും മാറി നിന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കുമ്പോൾ അയ്യോ ഇവന്മാർക്ക് ബോധമില്ലയോ, അല്ലെങ്കിൽ ഇത്രയും മണ്ടന്മാരായി പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ വലിയൊരു ഒരു ജനസംഖ്യയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുകയും അങ്ങനെ പറയിക്കുകയും അങ്ങനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഇതിന്റെ പിന്നിലുള്ളവന്റെ ബുദ്ധി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോ വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ പുറത്താണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ്സെയുടെ ആത്മാവിന് മോക്ഷം കിട്ടുവാൻ ഗോൾവർക്കറിനെ പോലെയുള്ളവർ മുമ്പോട്ട് വെച്ച ആശയം നടപ്പിലാക്കുവാൻ ഹെഡ്ഗർവറിനെ പോലെയും സവർക്കറിനെയും പോലെയുള്ളവർ സ്വപ്നം കണ്ട ഹിന്ദുത്വ എന്ന് പറയുന്ന രാജ്യം, ഹിന്ദു രാജ്യമല്ല ഹിന്ദുത്വ എന്ന് പറയുന്ന വലിയൊരു അജണ്ടയിലേക്കാണ് അവർ ഈ രാജ്യത്തെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഈ രാജ്യത്ത് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴപ്പങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ഇതിനു മുമ്പ് ഇവര് സാമ്പിൾ ഡോസ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങൾ, ആർട്ടിക്കിൾ 370 കാശ്മീരിൽ ഇവര് ഇല്ലാണ്ടാക്കി. നമ്മൾ അറിയേണ്ടത് ഒരു കാലഘട്ടത്തിലും മാനസികമായിട്ട് ഈ രാജ്യത്തോട് ചേർന്ന് നിന്നവരല്ല അവിടുത്തെ ജനത. പക്ഷെ അവരെ തന്ത്രപൂർവമായി ഇന്ത്യയിൽ നിർത്തേണ്ടത് ഇന്ത്യയുടെ അനിവാര്യത കൂടിയായിരുന്നു. പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ള സിയാച്ചിൻ മലനിരകളെ പോലെ, കാർഗിൽ മലനിരകളെ പോലെ ഉള്ള വളരെ തന്ത്രപ്രധാനമായി യുദ്ധമേഖലകളെ ഇന്ത്യ രാജ്യത്തോട് ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യതയാണെന്നുള്ള തിരിച്ചറിവ് കൂടിക്കൊണ്ടാണ് യുദ്ധത്തെ ഞാനൊരിക്കലും അംഗീകരിക്കുന്ന ആളല്ല. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അനിവാര്യമായി വന്നതുകൊണ്ടാണ് രാജാ ഹരിസിംഗുമായിട്ട് തന്ത്രപരമായി ഒരു ഉടമ്പടി ഒപ്പിട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ പിന്നീട് ഭരണഘടനയിൽ അംബേദ്കറിന്റെ പ്രത്യേക താല്പര്യം കൂടി എടുത്തുകൊണ്ട് ആർട്ടിക്കിൾ 370 കൊണ്ടുവന്ന ആ ജനസംഖ്യയെ കൂടെ നിർത്തിയത്. എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് BJP രാജ്യത്ത് വിഘടനമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാ. ഇവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കി. ഒന്നും സംഭവിച്ചില്ല. ബാബറി മസ്ജിദിൽ വിധി വന്നു. നിങ്ങളെ ബാബറി മസ്ജിദ് വിധിയെ എങ്ങനെ നോക്കി കാണുന്നു എന്നറിയില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ചരിത്രം കൊണ്ട് വിധിക്കുന്നതിന് പകരം ഇതിഹാസം കൊണ്ട് വിധിക്കുക എന്ന് പറയുന്ന മൂഢ്യമായ പ്രവൃത്തി അവിടെ നടന്നിരിക്കുന്നത്. അത് തെറ്റാണ്, തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ രാജ്യത്ത് ചിന്തിച്ചത് ഇനി ഈ രാജ്യത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ പോകട്ടെ എന്നാണ്. സ്വാഭാവികമായിട്ടും ബാബറി മസ്ജിദ് വിധി വന്നപ്പോൾ പലരും പ്രതീക്ഷിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രശ്നവും ഉണ്ടായില്ല. കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അല്ലെങ്കിലും കേരളത്തിൽ പ്രശ്നം ഉണ്ടായില്ല. കാരണം ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരി മണ്ണ് വാരിയിടാത്ത പ്രബുദ്ധത കാണിച്ചവരാ കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിലെ മുസ്ലിം ജനത, കേരളത്തിലെ ഹിന്ദു സമൂഹം. പക്ഷേ ബാബറി മസ്ജിദ് വിധി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു 50,000 രൂപയുടെ മൊബൈൽ എന്റെ കയ്യിൽ നിന്ന് ഒരാൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു.
അപഹരിച്ചു കൊണ്ടുപോകുന്ന മൊബൈല് എന്റേതിന് വേണ്ടി ഞാൻ നിരന്തരമായിട്ട് പോരാടുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കോടതിയിൽ ചെന്നു, കോടതി സമക്ഷം ഞാൻ കണ്ടെത്തി മറ്റൊരാളുടെ കയ്യിൽ എന്റെ മൊബൈൽ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ EMI നമ്പർ അത് തന്നെയാണ്. അയാൾ പറഞ്ഞു അല്ല എന്റെ സിമ്മാണിത്. അവസാനം കോടതി സമക്ഷമെത്തി, കോടതി അതിസൂക്ഷ്മ പരിശോധന നടത്തി. അപ്പൊ കോടതിക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്റെ EMI നമ്പർ തന്നെയാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ. പക്ഷേ അയാൾ ഇട്ട് ഉപയോഗിക്കുന്നത് സിം എന്റേത് അല്ല, അയാളുടെ സിമ്മാണ്. കോടതി പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഫോണാണ്, കാർത്തിക്കിന്റെ ഫോണാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന EMI നമ്പർ അയാളുടേതാണ്. അയാളുടെ കയ്യിൽ ഈ മൊബൈൽ ഉപയോഗിച്ചിരുന്നതിന് തെളിവുണ്ട്. പക്ഷേ കുറച്ചു കാലമായിട്ട് മറ്റേ ആളാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ് കാർത്തിക്, നിങ്ങളുടെ മൊബൈൽ ആണെങ്കിലും നിങ്ങളുടെ EMI നമ്പർ നിങ്ങളുടെ ആണെങ്കിലും കുറച്ചു കാലമായി സിം ഇട്ടുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അയാളല്ലേ, അതുകൊണ്ട് തൽക്കാലം അയാളുടെ കൈ ഫോൺ ഇരിക്കട്ടെ. അയാൾക്ക് പകരം ഒരു 2000 രൂപയുടെ സാംസങ്ങിന്റെ ഫോൺ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. എന്തൊരവസ്ഥയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ അവിടെ നിങ്ങൾ അറിയേണ്ടത് 1952 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അന്നത്തെ ഇന്ത്യയുടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റു പ്രത്യേകിച്ച് RSS ഒരിക്കലും അംഗീകരിക്കാത്ത RSSന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രം പറഞ്ഞത്, ഞങ്ങളുടെ വെടിവെപ്പ് അല്ലെങ്കിൽ RSSന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രത്തിൽ ഒരാൾ പറഞ്ഞത്, അയാൾ പറഞ്ഞത് ഞങ്ങളുടെ വെടിവെപ്പ് തെറ്റിപ്പോയി, ഗാന്ധിജിയുടെ നെഞ്ചത്തല്ല നെഹ്റുവിന്റെ നെഞ്ചത്തായിരുന്നു വെടിവെക്കേണ്ടിയിരുന്നതെന്ന. അതിന് പിന്നീട് ബിനോയ് വിശ്വത്തിനെ പോലെയുള്ള, തലേക്കുന്നിൽ ബഷീറിനെ പോലെയുള്ള നേതാക്കന്മാർ മറുപടി എഴുതുകയും കേരളത്തിൽ എന്തായാലും അതിന് മറുപടി കൊടുത്തിരുന്നു. ഇവര് നെഹ്റു അന്ന് പറഞ്ഞെന്തായിരുന്നു, അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്ന പറഞ്ഞപ്പോ അതെടുത്ത് തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ കളയൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ മാറ്റമുണ്ടായി. അത് പിന്നീട് ഞാൻ പറഞ്ഞതാണ്, ചരിത്രത്തെ ഇതിഹാസം കൊണ്ട് ഇവര് വിലയിരുത്തി അവസാനം അവര് വിധി പോലും മറ്റൊരു രീതിയിലേക്ക് സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു രാമനും വിവേകാനന്ദനൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ RSSകാരുടെ കരണം നോക്കി 2 പുകച്ചു കൊടുത്തേനെ എന്നാണ് നമ്മൾ ഈ അവസരത്തിലെങ്കിലും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോ ഒരു വശത്ത് ഇവരുടെ വളരെ കൃത്യമായിട്ടുള്ള തന്ത്രപരമായ കാര്യങ്ങൾ ഇവര് പയറ്റി നോക്കി. ആർട്ടിക്കിൾ 370 ഒന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള പല നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് എന്താണ് ഇവര് നടപ്പിലാക്കാം എന്നുള്ളത്, പ്രത്യേകിച്ച് അവരുടെ അജണ്ട കൂടി നടപ്പിലാക്കാൻ ശ്രമം നടന്നു ഇവിടെ. പക്ഷേ BJPയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. BJPയോടും RSSനോടും പറയാനുള്ളത് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് അതിന്റെ വിശാലതയിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇത് നിരന്തരമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇതിനെ വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ പാകിസ്ഥാനിൽ പോകാനാ പറയുന്നത്. ഇവന്മാരുടെ തറവാട്ട് സ്വത്താണോ പാകിസ്ഥാൻ? അവിടോട്ട് നമ്മളെ കൊണ്ട് തടങ്കൽ പാളയത്തിൽ താമസിക്കാൻ? അവിടെ നമ്മളോട് നിരന്തരമായി പാകിസ്ഥാനിൽ പോകാൻ പറയുന്നവരോട് 1-2 ചരിത്രം പറയുന്നു. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുണ്ട്, MGS നാരായണൻ എഴുതിയിട്ടുണ്ട്, റോമില താപ്പർ എഴുതിയിട്ടുണ്ട്. അവരെ ഒന്നും നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരാളുണ്ട്, VD സവർക്കർ, നിങ്ങളുടെ നേതാവ്. സവർക്കർ എഴുതിയിരിക്കുന്ന 1857 ഇന്ത്യസ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ, 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ സുവ്യക്തമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ 1ാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെയുള്ള പിറവിയിലേക്ക് നയിക്കപ്പെട്ടത്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. അതിൽ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായി. അതിൽ 3/4 പേരും ബഹുഭൂരിപക്ഷം പേരും ഇസ്ലാം നാമധാരികളായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വീടി സവർക്കറാണ്. അയാൾ എഴുതി വെച്ചത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ BJPക്ക് RSSനും പറ്റുമോ? ആ ഒരു സമുദായത്തിനോടാണ് ഇവന്മാർ ഇപ്പൊ ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റും ചോദിച്ചുകൊണ്ട് വരുന്നത്. ഈ രാജ്യത്ത് ഞങ്ങളെ പോലെയുള്ളവർ സംസാരിച്ചിട്ട് പറയുന്ന ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം, അത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാട്ട വീതിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം നിന്നുകൊണ്ട് വിളിച്ചു കൊടുത്തത് ആബിദ് ഹസൻ സഫാനി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. എങ്കുലാബ് സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് ഈ രാജ്യത്തിന് പറഞ്ഞു കൊടുത്തത് ഉറുദു കവിയായിരുന്ന, എഴുത്തുകാരനായിരുന്ന ഹസ്രത് മുഹാനി എന്ന് പറഞ്ഞ മുസൽമാനാണ്. 1942 ആഗസ്റ്റ് 9-ാം തീയതി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരാ നീ ഇവിടെ നിന്നും പോകൂ എന്ന് പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് യൂസഫ് മെഹർ അലി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. എത്രയോ പേരുടെ ചരിത്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ അബ്ദുള്ളയെ പോലെ, ഷാഹിദ് അലിയെ പോലെ, അഷാഖുള്ള ഖാനെ പോലെ, വക്കം അബ്ദുൽ ഖാദറിനെ പോലെ എത്രയോ പേരുടെ ചരിത്രം ഈ രാജ്യത്ത് നമുക്ക് പറയുവാനുണ്ട്.
ഈ രാജ്യത്തിന് ജാമിയ ഇസ്ലാമിയ നൽകിയ മൗലാന ഷൗക്കത്ത് അലിയെ പോലെയുള്ളവർ, ആലി സഹോദരന്മാരുടെ അവരുടെ നേരിട്ടുള്ള ഇടപെടൽ നടത്തിയ പോരാട്ടങ്ങൾ, അവരുടെ അമ്മയായ ആബിദ് ഷാനിദ ബീഗത്തെ പോലെ എത്രയോ പേരുടെ ധീരമായ കഥകൾ പറയുവാനുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയവർ എത്രയോ പേര്, എത്രയോ ഇസ്ലാം നാമധാരികൾ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായി ഈ രാജ്യത്തിന് മറക്കുവാൻ പറ്റാത്ത സംഭാവനകൾ നൽകി. സയ്യിദ് അലി മുഹമ്മദ് ഖാനെ പോലെയുള്ളവരാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഇനിയും ഈ രാത്രി പുലരുവോളം പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ വലിയൊരു സമൂഹത്തോടാണ് ഇവര് ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. നമ്മൾ അറിയേണ്ടത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ചന്ദ്രശേഖർ ആസാദിനെ പോലെ, രാജ്ഗുരുവിനെ പോലെ, സൂര്യസെന്നിനെ പോലെ, ഭഗത് സിംഗിനെ പോലെയുള്ളവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രമെങ്കിലും RSSഉം BJPയും പഠിക്കണം. കഴിഞ്ഞ ദിവസം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പോസ്റ്ററിൽ ഭഗത് സിംഗിനെ അടിച്ച്, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന പോസ്റ്ററിൽ ഭഗത് സിംഗിനെ അവർ അടിച്ചു വെച്ചിരിക്കുന്നു. ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ പോസ്റ്റർ അടിച്ചവന്റെ തല അടിച്ചു പൊട്ടിച്ചേനെ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. വൈ ഐ ആം ആൻ എത്തിയസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്ന് ഈ രാജ്യത്തിന്റെ മുമ്പിൽ പുസ്തകം എഴുതിയ ആളാ ഭഗത് സിംഗ്. അദ്ദേഹത്തിന്റെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സായുധ സംഘടനയിൽ ചേരാനുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? മതവർഗീയവാദിയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയിൽ ചേരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവനെയും പോലെയുള്ള ചെറുപ്പക്കാർ വെറും 23-ാമത്തെ വയസ്സിലാ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായത്. ഭഗത് സിംഗുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം ഭഗത് സിംഗിനോട് ചോദിക്കുന്നു, 23 വയസ്സല്ലേ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾ എന്തിനാണ് ആ ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്തിട്ട് രക്തസാക്ഷിത്വത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭഗത് സിംഗ് പറയുന്നത്, എനിക്ക് 23 വയസ്സേ ഉള്ളൂ. 23 വയസ്സിൽ കേണൽ സാൻഡേഴ്സന്റെ പദം ഉൾപ്പെടെ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഈ രാജ്യത്തിന്റെ സമര പോരാട്ടത്തിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ എനിക്ക് സംഭാവന ചെയ്യാൻ പറ്റി. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, എന്റെ 23-ാമത്തെ വയസ്സിൽ ഭഗത് സിംഗ് എന്ന ഞാൻ ഇവിടെ രക്തസാക്ഷിയായാൽ, ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ രക്തസാക്ഷി ആയി എന്നതിന്റെ ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നല്ല, 1000 അല്ല, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭഗത് സിംഗുമാരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് കിട്ടും. അതുകൊണ്ട് തൂക്കുമരത്തിൽ ഊയാലാളാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ചെറുപ്പക്കാരാണ് അവരൊക്കെ. ജതിൻ ദാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ 64 ദിവസമാണ് പട്ടിണി കിടന്നത്. 64-ാമത്തെ ദിവസം പട്ടിണി കിടന്ന് മൂക്കിൽ നിന്ന് രക്തം വന്ന് വായിൽ കൂടെ പത വന്ന് പട്ടിണി മരണം നടത്തിയ ജതിൻ ദാസിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ജതിൻ ദാസിനോടും ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ആ നിരാഹാരം അവസാനിപ്പിച്ചൂടെ? അന്ന് ജതിൻ ദാസ് പറഞ്ഞത് അതായിരുന്നു. ഈ രാജ്യത്തിന് നിരാഹാരം എന്ന് പറയുന്നത് ഗാന്ധിജി സംഭാവന ചെയ്ത നിരാഹാരം എന്ന് പറഞ്ഞ ആശയത്തെ എന്നെ പോലെയുള്ളവർ ഏറ്റെടുത്ത് രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അത് ഈ വലിയ പോരാട്ടത്തിലേക്ക് അതുകൊണ്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജതിൻ ദാസിനെ പോലെയുള്ളവർ രക്തസാക്ഷികളായത്. ഞാനിത് പറഞ്ഞു വന്നത് സംഘപരിവാറിനെ, BJPയെ അവരുടെ ചരിത്രം ഓർമ്മിപ്പിക്കാനാ. ജതിൻ ദാസിനെ പോലെ, ഭഗത് സിംഗിനെ പോലെ, സുഖദേവനെ പോലെ, രാജ്ഗുരുവിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഞങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിലേക്കോ അല്ലെങ്കിൽ പട്ടിണി കിടന്ന മരണത്തിലേക്കോ നയിക്കപ്പെട്ടപ്പോൾ സ്വയം തയ്യാറായി പോയപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ എന്താണ് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായി, പിന്നീട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായി, പിന്നീട് RSSന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായി മാറിയ നിങ്ങളുടെ സവർക്കർ 6 തവണയാ മാപ്പെഴുതി കൊടുത്തത്. 5 തവണ മാപ്പെഴുതി കൊടുത്ത് വീര്യമില്ലാത്തത് കൊണ്ട് 6-ാമത്തെ തവണ ഞാനും എന്റെ പ്രസ്ഥാനവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിധേയത്വമുള്ള അടിമയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സവർക്കർ മാപ്പെഴുതിയത്. AB വാജ്പേയി മാപ്പെഴുതി, ഗോൾവർക്കർ മാപ്പെഴുതി. ഗോൾവർക്കർ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ അയാളെ കണ്ടുകൊണ്ട് 3 ചെറുപ്പക്കാരെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങാൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അനിവാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരോട് സംഘപരിവാറിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ഉപദേശം കൊടുത്തതെന്ന് ഗോൾവർക്കർ അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അതാണ് ഇവരുടെ ചരിത്രം. അതുകൊണ്ട് BJP-യോടും RSS-നോടും സംഘപരിവാറുകാരോടും പറയുന്നത്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനോടോ ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ നിങ്ങൾ പൗരത്വം തെളിയിക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്മൃതി ഇറാനിയുടെയും ഒറിജിനൽ ബിരുദ സർട്ടിഫിക്കറ്റ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തു. എന്നിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് പറയാം പൗരത്വം തെളിയിക്കാൻ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ഇന്ത്യ, ഇവിടെ നമ്മളോട് പാകിസ്ഥാനിൽ പോകാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം. ഇന്ത്യയുടെ അവിഭക്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളായിരുന്നു റാവൽപിണ്ടി, പെഷവാർ, കറാച്ചി, ഇസ്ലാമാബാദ്, ലാഹോർ. നിങ്ങൾ ചരിത്രം വായിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ സാമൂഹിക പാഠകം പുസ്തകം നിങ്ങൾ വായിച്ചാൽ പോരെ. ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിങ്ങൾ എപ്പോഴും വായിക്കുന്നത് ലാഹോറും കറാച്ചിയും ഇസ്ലാമാബാദും പെഷവാറും റാവൽപിണ്ടി അല്ലേ? ഇന്ത്യ രാജ്യത്തിൽ അന്ന് വലിയ നഗരങ്ങളായിരുന്നു ഈ 5 നഗരങ്ങളും. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് അവര് അടന്നു പോവുകയും പാകിസ്ഥാൻ ആവുകയും ചെയ്തിട്ട് എന്താണ് ഇന്ന് 5 നഗരങ്ങളുടെ അവസ്ഥ? അന്നെന്തായിരുന്നു അതിനേക്കാൾ താഴേക്കാണ് ഈ നഗരങ്ങൾ പോയത്. ഇന്ത്യ രാജ്യത്ത് മറുവശത്ത് ബോംബെയും കൽക്കട്ടയും ഡൽഹിയും ഒക്കെ, ബാംഗ്ലൂരും മദ്രാസും ഉൾപ്പെടെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഒത്തിരി പോരായ്മകളുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ നഗരങ്ങൾ ഉയർന്നു വരികയും ഈ രാജ്യത്തിലെ ഒത്തിരി പോരായ്മകൾ ഉള്ളപ്പോഴും ഈ രാജ്യത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർന്നു വന്നു. നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, ഒരു കാലഘട്ടത്തിൽ അമേരിക്കക്കാരന്റെ ചോളം നിറച്ച ചോളപ്പൊടിയുമായുള്ള കപ്പൽ വന്നില്ലെങ്കിൽ പട്ടിണി കിടന്നിരുന്ന രാജ്യത്ത് നിന്നും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഒരു താഴെ ഉടുക്കുന്ന ഒരു മുണ്ടായിരുന്നു ഇന്ത്യക്കാരന്റെ ശരാശരി വസ്ത്രം. മേൽമുണ്ട് അത്യത്വത്തിന്റെ സൂചനയായിരുന്ന രാജ്യത്ത് നമ്മളെ പോലെയുള്ളവർ 1000-ന്റെയും 2000-ന്റെയും 3000-ന്റെയും പീറ്റർ ഇംഗ്ലണ്ടും ഹിൽട്ടണും വാൻ ഹുസൈനും ഇടുന്ന സ്ഥലത്തേക്ക് ഈ രാജ്യം മാറിയില്ലേ? നമ്മളുടെ കാൽപാദങ്ങൾ നഗ്നപാദങ്ങളിൽ കൂടി നടന്നെടുത്ത് 2000-ന്റെയും 3000-ന്റെയും 5000-ന്റെയും വുഡ്ലാൻഡ്സും റീബോക്കും നിക്കിയും ഇടുന്നൊരവസ്ഥയിലേക്ക് ഈ രാജ്യം വളർന്നില്ലേ? ഈ രാജ്യത്തെ മനുഷ്യന് കാളവണ്ടിയായിരുന്നു ഏറ്റവും ആഠ്യത്വമുള്ള വാഹനമെങ്കിൽ പൊതുവിദ്യാഭ്യാസ പൊതുഗതാഗതം വളർന്ന് KSRTC-യും ഇന്ത്യൻ റെയിൽവേയും എയർ ഇന്ത്യയും ഒക്കെ ഈ രാജ്യത്തുണ്ടായി. അത് പോരാത്തതിന് ഓരോ വീടുകളിലും ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളിലുമേക്ക് ഈ രാജ്യം മാറിയില്ലേ? ഈ രാജ്യത്ത് 300 സർവകലാശാലകൾ ഉണ്ടായി, IIT-കൾ ഉണ്ടായി. ഈ രാജ്യത്ത് ഇൻകോസ്പാറും ISROയും പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി. DRDOയും DRDLയും ഉണ്ടായി. നാഗ്പൂരിലും ഖരഗ്പൂരിലും IIT-കൾ ഉണ്ടായി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഉണ്ടായി. ആതുരാലയങ്ങൾ ഉണ്ടായി. ഈ രാജ്യത്തിന് ഒത്തിരി പോരായ്മകൾ ഉണ്ടായെങ്കിലും മേട്ടൂരിലും ഹിരാക്കുട്ടിലും ബക്രാന്നെങ്കിലും അണക്കെട്ടുകൾ ഉണ്ടായി. ഈ രാജ്യത്ത് വൈദ്യുതിയും വെള്ളവും ഉണ്ടായി. ജലസേചന പദ്ധതികൾ ഉണ്ടായി. ഈ രാജ്യം പതുക്കെയെങ്കിലും വളർന്നു വന്നു. പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് നോട്ട് നിരോധിച്ച് 2000-ന്റെ നോട്ട് ഇറക്കിയപ്പോൾ അയാളുടെ നോട്ടിൽ മംഗൾയാൻ അടിച്ചു വെക്കാനുള്ള അവസരം ഈ രാജ്യത്തുണ്ടായി വന്നു. എങ്ങനെ ഉണ്ടായി? ഈ രാജ്യം മതേതരത്വമായിരുന്നത് കൊണ്ട്, ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടായിരുന്നത് കൊണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ച പാകിസ്ഥാനിലെ അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന വലിയ വലിയ നഗരങ്ങളായിരുന്ന റാവൽപിണ്ടിയും ലാഹോറും കറാച്ചിയും ഒക്കെ ഇന്നും പിന്നോക്കം നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ഇത്രയും മാറ്റം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ മതാധിഷ്ഠിത രാജ്യമായതുകൊണ്ട് ആ രാജ്യം അങ്ങനെ നിൽക്കുകയും മതേതര രാജ്യമായ ഭരണഘടന ഉണ്ടായ രാജ്യം ഇങ്ങനെയായി മാറുകയും ചെയ്തതാ. ഭരണഘടന ഉണ്ടാക്കിയ BR അംബേദ്കറിന്റെ ചരിത്രം എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണ്ടേ? ആ മനുഷ്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന അവസരത്തിൽ ആ മനുഷ്യൻ കഴുത്തിൽ തൂങ്ങിയ കയറിൽ ചിരട്ടയിലാണ് അദ്ദേഹം ചിരട്ടയിൽ മണ്ണ് നിറച്ച സ്കൂളിൽ പോയത്. കാരണം ദളിതനായ BR അംബേദ്കറിന് പൊതുവഴി ഓരങ്ങളിൽ തുപ്പാൻ പാടില്ലായിരുന്നു. BJP-ക്ക് വേണ്ടി RSS-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോകുന്ന, കയ്യിൽ ചരടും ദണ്ഡയുമായി പദസഞ്ചലനത്തിന് പോകുന്ന പിന്നോക്ക ദളിത് സമുദായത്തിലുള്ള സംഘപരിവാറുകാർ ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. അന്ന് നിങ്ങളെ കൊണ്ട് ചുടിയോട് വാരിക്കുന്ന RSS-ന്റെ പ്രമാണികൾ, അവന്മാരുടെ പൂർവികന്മാർ നമ്മളെ പോലെയുള്ള സമൂഹത്തെ വഴിയിറങ്ങി നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. BR അംബേദ്കർ ചിരട്ടയിൽ മണ്ണിട്ടുകൊണ്ട് പോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള തുപ്പല് ആ ചിരട്ടയിലാ തുപ്പി വെച്ചിരുന്നത്. കാരണം പൊതുവഴിയിൽ തുപ്പാൻ പറ്റാത്തത് കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ജീവിതമായിരുന്നെന്ന്. നെഞ്ചിൽ കിടക്കുന്ന ചിരട്ടയിൽ തുപ്പിവെച്ച കവവും ആ തുപ്പലും കൊണ്ട് വീട്ടിൽ തട്ടിക്കളയണമായിരുന്നു. വീട്ടിൽ അയ്യത്ത് കയറി തട്ടിക്കളയണം. എന്നിട്ട് ആ മനുഷ്യന് കഴുത്തില മാല പോലെ കിടക്കുന്ന ചിരട്ട മാറ്റാൻ പറ്റുള്ളായിരുന്നു.
ആ അംബേദ്കർ ഭരണഘടന എഴുതി 6 PhD എടുത്തു ആ മനുഷ്യൻ, 29 ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്തു, അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി ഈ രാജ്യത്തിന്റെ പോരായ്മകളോട്, ഈ രാജ്യത്തിന്റെ മാറ്റി നിർത്തലുകളോട്, വർണ്ണവെറിയോട് പോരാടി ആ മനുഷ്യൻ ഇന്ത്യയുടെ നിയമമന്ത്രിയായ അംബേദ്കർ ഈ രാജ്യത്ത് ഭരണഘടന എഴുതി വെച്ചപ്പോൾ അത് ദളിതനായ അംബേദ്കർ എഴുതിയ ഭരണഘടന അംഗീകരിക്കാൻ പറ്റില്ലെന്നും മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഉണ്ടെന്നും പറഞ്ഞ ചരിത്ര ഇവിടുത്തെ BJPക്ക് RSSനുള്ളത്. മൂവർണ്ണക്കൊടി അംഗീകരിച്ചിട്ടില്ല, ദേശീയ ഗാനം അംഗീകരിച്ചിട്ടില്ല, ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ ഈ ബിംബങ്ങളായ സൂചകങ്ങളായ ഒന്നിനെയും അംഗീകരിക്കാത്ത അരാഷ്ട്രീയവാദികൾ ഇപ്പോ നമ്മളെ ദേശീയത പഠിപ്പിക്കാൻ വരുമ്പോൾ സവിനയം പറയുന്നു, ഒരു കാരണവശാലും BJPയെ പോലെ RSSനെ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയിലോ ഒരു പങ്കും വഹിക്കാത്ത, പങ്ക് പറ്റാൻ മാത്രം നടക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഇവിടുത്തെ ജനതയ്ക്ക് മനസ്സില്ല. അതുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ BJP അവരുടെ വിധ്വംസക രാഷ്ട്രീയം തുടരും. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന BJP ഭരിക്കുന്നതാണ്. കാശ്മീരിൽ ഇപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിയില്ല, സംസ്ഥാന മന്ത്രിസഭയില്ല. അവര് കൂടെ ഭരിച്ച് അവസാനം കൂടെ ഭരിച്ചിട്ട് പിണങ്ങിയിട്ട് അവിടെ നിന്നും കളഞ്ഞുപോയി. തന്ത്രപരമായിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി. 2019 ആഗസ്റ്റ് 15-ാം തീയതി ഇവര് നൽകിയ വിശിഷ്ട സേവാ പുരസ്കാരം നേടിയ ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു DYSP ആയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 3 ഭീകരവാദികൾക്കൊപ്പം ഡൽഹിയിൽ വന്നു. ആരാ ദേവീന്ദർ സിംഗ്? ഇതിനു മുമ്പ് അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ പാർലമെന്റ് ആക്രമണ കേസിലെ 7ാമത്തെ പ്രതി പറഞ്ഞത് എന്നെ ഡൽഹിയിൽ കൊണ്ടുവന്നത് ദേവീന്ദർ സിംഗ് ആണെന്ന. ആ ദേവീന്ദർ സിംഗ് 3 തീവ്രവാദികൾ BJPയുടെ ഉറ്റതോടെ ഈ പറയുന്ന രാജ്യത്ത് വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് 3 തീവ്രവാദികളുമായിട്ട് ഡൽഹിയിൽ വന്നത്? ഒരു സംശയം വേണ്ട. ഇവിടെ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമരത്തിന്റെ ശ്രദ്ധ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയ ബാധിച്ച ഒരു വലിയ സമൂഹത്തെ കൂടെ നിർത്താനുള്ള ഗൂഢതന്ത്രമാണ് അവര് നടത്തിയത്. പക്ഷെ ഈ രാജ്യത്തിന്റെ മണ്ണിന് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് അത് പൊളിഞ്ഞുപോയി. നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ദേവീന്ദർ സിംഗ് ആരാണ്, അയാൾ എന്തിനു വന്നു, അയാൾക്ക് നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ പറയുവാൻ ബാധ്യതയുണ്ട്. ദേവീന്ദർ സിംഗിനെ പോലെയുള്ള ആദിത്യ റാവു ഹൈദരാബാദിൽ ജോലി കിട്ടാത്തതുകൊണ്ട് മംഗലാപുരത്ത് അദാനിയുടെ എയർപോർട്ടിലാവും ബോംബ് വയ്ക്കാൻ വന്നത്. അതിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാ BJP പറയുന്നത്. ഏത് തെറ്റുപിടിയൊക്കെ കണ്ടുപിടിച്ച് ഏത് കുഴപ്പക്കാരായി ഏത് പ്രശ്നക്കാരായി സംഘപരിവാർ ബന്ധമുള്ള ആരെ പിടിച്ചാൽ ഇവർ പറയും മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന. എന്തെളുപ്പമാണ് ഇവര് തെറ്റുകളെ മറച്ചു വെക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ രാജ്യത്ത് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് 73 വർഷക്കാലം കൊണ്ട് ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ ഇല്ലാതാക്കുക. 250 കോടിയായിരുന്നു ഇന്ത്യയിലെ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാകുമ്പോൾ അതിന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ 250 കോടിയാ. ഇന്നത്തെ ആസ്തി എത്താൻ നിങ്ങൾക്കറിയാവോ? 30 ലക്ഷം കോടിയാ. ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്ന 29 ലക്ഷം കോടിയേക്കാൾ ഉന്നതമായ 30 ലക്ഷം കോടി ആസ്തിയുള്ള LIC ഒരു വിൽക്കാൻ പോകുന്നു. 13 ലക്ഷം കോടിയുടെ ആസ്തിയുള്ള BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെ വെറും 65,000 കോടിക്ക് വിൽക്കാൻ പോകുന്നു. BJP ആയിട്ട് ബന്ധമുള്ള 23 ശതകോടീശ്വരന്മാര് 10 ലക്ഷം കോടിയായിട്ടാണ് ഈ രാജ്യത്തു നിന്നും കടന്നുപോയത്. BJPക്ക് ഏറ്റവും ഇഷ്ടമുള്ള 63 കോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ 93% സ്വത്ത്. BJPയുടെ ആഭ്യന്തരമന്ത്രി അവരുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെ മകന് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് 10,000 ഇരട്ടിയാണ് സ്വത്ത് വർദ്ധിച്ചത്. ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള കെൽട്രോൺ പോലെ, കൊച്ചിൻ റിഫൈനറി പോലെ, എയർ ഇന്ത്യ പോലെ, BSN പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്ത് 73 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിൽ മന്ത്രാലയം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. 10 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ട് 3.25 ലക്ഷം പേർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത തൊഴിലിനേക്കാൾ കുറവാണ് ഈ രാജ്യത്ത് തൊഴിൽ കൊടുത്തത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ ലേബർ ബ്യൂറോ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഈ രാജ്യത്ത് നോട്ട് നിരോധനത്തിൽ 2.25 കോടി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് BJPയുടെ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘിന്റെ ദേശീയ അധ്യക്ഷനായ തൃശൂറുകാരനായ മലയാളിയായ സജി നാരായണനാണ്.
നമ്മൾ ആലോചിച്ച് നോക്കൂ, രാജ്യം അതിന്റെ പ്രതിസന്ധിയിൽ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന, ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്ന, ഉള്ളി കഴിക്കില്ല എന്ന വരേണ്യ ബോധം പാർലമെന്റിൽ ഛർദ്ദിച്ചു വെക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രധാനമന്ത്രിയും നിങ്ങളുടെ മന്ത്രിമാരുമാണ് ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ. ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ ഇല്ലാതാക്കുന്ന നിങ്ങളാണ് രാജ്യദ്രോഹികൾ. അല്ലാതെ ഈ രാജ്യത്തെ വിഭജിക്കുന്ന നിയമം തെറ്റാണെന്ന് പറയുന്ന ഞങ്ങളല്ല എന്ന് തിരിച്ചറിയണം. ഇവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക ഹിന്ദുക്കളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ അടുത്ത പരിപാടി ഏകീകൃത സിവിൽ കോഡ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് വരുന്നതോടുകൂടി ഈ രാജ്യത്തെ ഇവർ വീണ്ടും വിഭജിക്കും. ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നോക്ക സമുദായത്തിലെ തീരദേശത്തെ അല്ലെങ്കിൽ ആദിവാസി മേഖലകളിലെ ദളിത് മേഖലകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് നിരന്തരമായിട്ട് സംവരണം നിർത്തലാക്കണമെന്ന് എഴുതിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഈ രാജ്യത്ത് സംവരണം നടപ്പിലാക്കിയ ബി.ആർ. അംബേദ്കർ പറഞ്ഞത്, ഈ പറഞ്ഞ സംവരണം എന്തിനാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതായിരുന്നു: ടു ഇറാഡിക്കേറ്റ് ഇനിക്വാലിറ്റി ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്ററിക്കൽ ഇനിക്വാലിറ്റി, ചരിത്രപരമായിട്ടുള്ള അസമത്വം ഇല്ലാണ്ടാക്കാനാണ് ഈ രാജ്യത്ത് സംവരണം ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കൂ, 12% പബ്ലിക് സർവീസ് കമ്മീഷനിൽ മുസ്ലിങ്ങൾക്കുള്ള സംവരണം, 2% ലത്തിൻ കത്തോലിക്കനും, 1% ദളിത് ക്രിസ്ത്യാനികൾക്കും. 15% മാറ്റി നിർത്തിയാൽ 85% സംവരണം കിട്ടുന്നത് ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കക്കാർക്ക്. ആ സംവരണം ഇല്ലാതാക്കണമെന്ന് പറയുന്നതിന്റെ അജണ്ട വളരെ കൃത്യമാണ്. ബിജെപിയുടെയും RSSന്റെയും അജണ്ടയിൽ കേരളത്തിലെ നായർമാർ ഉൾപ്പെടെയുള്ള പിന്നെ പുറകിലേക്കുള്ള ഒരു ജാതിയും വരുന്നില്ല. എന്തിനു പറയുന്നു? കേരളത്തിലെ ബ്രാഹ്മണന്മാരില്ല, ദക്ഷിണേന്ത്യക്കാരില്ല. അവർക്ക് LK അദ്വാനിയെ പോലെ, മുരളി മനോഹർ ജോഷിയെ പോലെ, മോഹൻ ഭഗത്തിനെ പോലെ ആ നീളം, ആ നിറം, ആ ഉയരം, ആ പറയുന്ന ശാരീരിക അംഗവിക്ഷേപങ്ങളുള്ള ബ്രാഹ്മണിക്കൽ അജണ്ടയിലുള്ളവർ മാത്രമാണ് ബിജെപിയുടെയും RSSന്റെയും ഹിന്ദുക്കളെന്ന് തിരിച്ചറിയണം. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇതാണ്: ഇപ്പോൾ നിങ്ങളെ തേടിയെത്തിയില്ലെങ്കിൽ നാളെ ഇവിടെ എല്ലാവരെയും തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരു അച്ഛനാണ് നമ്മളെ തൊട്ടപ്പുറത്ത് നടന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആയൂരിൽ ഒരു പരിപാടിക്കുള്ള ആ ഇടം നൽകിയതും വൈകിട്ട് മഗ്രിബ് നിസ്കരിക്കാനുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള അവസരവും നൽകിയത് അവിടെ ഒരു വിൻസെന്റ് എന്ന് പറഞ്ഞൊരു ഫാദർ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും മാറി നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ പരിഹസിക്കുന്ന, ഇതിലൊക്കെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന അമിത്ഷാ പാർലമെന്റിൽ പോലും NIA റിപ്പോർട്ട് വെച്ചുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ലവ് ജിഹാദ് ഉണ്ടെന്നൊക്കെ പറയുന്ന അച്ഛന്മാർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയേണ്ടത് വളരെ കൃത്യമാണ്. ബിജെപിയുടെ ഒന്നാമത്തെ അജണ്ടയിൽ മുസ്ലിം ആണെങ്കിൽ 2 ക്രിസ്ത്യാനിയും 3 കമ്മ്യൂണിസ്റ്റും പിന്നെ എഴുതപ്പെടാതെ ദളിതരും പിന്നോക്കക്കാരുമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഭഗവത്ഗീത പറഞ്ഞതുപോലെ മനനം ചെയ്യുവാൻ കഴിവുള്ളവനാണ് മാനവൻ. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനായിട്ട് നിങ്ങളൊക്കെ മാറണം. പ്രതിരോധങ്ങൾ തീർത്തില്ലെങ്കിൽ മുഴുവൻ പേരെയും തേടി വരുന്ന നാളുകളാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് തോറ്റ ജനതയല്ല, തോൽക്കാൻ മനസ്സുള്ള ജനതയല്ല, ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഫെബ്രുവരി 22-ന് സുപ്രീം കോടതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് ഒരു വിധി വന്നുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നാണ് ആരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. അത് സുപ്രീം കോടതിയുടെ പരിമിതി കൂടിയാണ്. രാജ്യസഭയും ലോക്സഭയും പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ട വിജ്ഞാപനമായ ഒരു നിയമത്തിന്റെ പുറത്ത് ഒത്തിരി ചർച്ചകളും അതിന്റെ സംവാദങ്ങളും നടന്നാൽ മാത്രമേ നിയമം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകൂ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം, കാട്ടിക്കൊടുക്കണം. ഷഹീൻ ബാഗ് പ്രതീക്ഷയാണ്, അലിഗഡ് പ്രതീക്ഷയാണ്, ജാമിയ പ്രതീക്ഷയാണ്, JNU പ്രതീക്ഷയാണ്, IIT പ്രതീക്ഷയാണ്. ജാർഖണ്ഡിലും ഡൽഹിയിലും ബിജെപിയുടെ ഭരണത്തെ മാറ്റി നിർത്തിയ ജനങ്ങൾ പ്രതീക്ഷയാണ്. വാരണാസിയിലും അഹമ്മദാബാദിലെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകളെ ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചോട് നെഞ്ചോ ചേർന്ന് നിന്ന്, തോളോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ, പള്ളിയിലെ ഉത്സവം വരുമ്പോൾ, നബിദിനം വരുമ്പോൾ ഒക്കെ ഒന്നായി നിന്നുകൊണ്ട് മതവും ജാതിയും ചോദിക്കാതെ ഒരു പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകണം. ബിജെപിയുടെയും RSSന്റെയും വിഭജനത്തിന്റെ രാഷ്ട്രീയം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊട്ടുകാട് ഈ സമരപരിപാടി സംഘടിപ്പിച്ച ജമാഅത്ത് കമ്മിറ്റിയെ മുഴുവൻ പേരെയും, പള്ളിയിലെ സഹോദരങ്ങളെ മുഴുവൻ പേരെയും 1000 ഹൃദയാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.